മഴ തുടങ്ങി പിന്നാലെ ദുരിതവും. ആലപ്പുഴ ദേശീയപാതയോരത്ത് വെള്ളക്കെട്ടാണ്. 40ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ പ്രദേശത്ത് കനത്ത വെള്ളപ്പൊക്കം. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി. ഫൈസൽ, സൈഫുദ്ദീൻ, ഇന്നലെ ഉച്ച മുതൽ കനത്ത മഴയാണ് ജില്ലയിൽ എങ്ങും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദേശീയപാതയോരത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ വീടുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിൽ. ഈ വീടിൻ്റെ പരിസരത്തൊക്കെ ഏകദേശം 50ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വെള്ളം കയറിയത്. ഇപ്പോൾ വീട്ടുകാർ അകത്ത് ഉണ്ട്, ചിലർ അകത്തുണ്ട്, ചിലർക്ക് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ. നമുക്കത് വീടുകളിലൊക്കെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും നാട്ടുകാരൊക്കെ തന്നെയും ഇവിടെ നിൽക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് അകത്തേക്ക് കയറാനാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിരവധി പേർ ഏകദേശം ഈ ഒരു പരിസരത്ത് തന്നെ നമുക്ക് കാണാം 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ദേശീയപാതയോരത്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇതെപ്പോഴാണ് സംഭവിച്ചത് ഇത്തരത്തിലുള്ള വെള്ളം കയറുന്നത്? ഇത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടുള്ള മഴക്കുള്ളോ. ഇത് ഇത്രയും വെള്ളമൊന്നും നിൽക്കത്തില്ല. ഈ കാണാൻ വന്നേ പിന്നെയാണ് ഇത്രയും വെള്ളമായി. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അത്. ഇത് എത്ര ദിവസമായി ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇപ്പം നേരത്തെ ഒരു ചേച്ചി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസമായി. ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ ഈ വെള്ളം എല്ലാം ഒലിച്ച് ഇതിലെ ഇങ്ങോട്ടാണ് കയറുന്നത്. താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് വേണ്ട, അതേ മോട്ടർ വരെയും വെള്ളത്തിൽ കിടക്കുക. മോട്ടർ വരെയും വെള്ളത്തിൽ നമുക്കൊന്ന് കുളിക്കാനോ നനക്കാനോ മോട്ടർ ഇടാൻ പറ്റത്തില്ല, കറണ്ട് അടിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കും മാറി താമസിക്കാൻ വേറെ ഇതൊന്നുമില്ല, ഇവിടെ തന്നെ താമസിക്കാം. യെസ്, അത് തന്നെയാണ്. അതായത് ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് തന്നെയാണ് നാട്ടുകാർ, ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത്. കാരണം ഇപ്പോൾ മോട്ടർ അടക്കം നമുക്ക് കാണാം വെള്ളത്തിനടിയിലാണ്. ഒരു അത്യാവശ്യത്തിനൊരു വാഷ്റൂം പോകാനോ മറ്റൊരു വെള്ളം വേണമെന്ന് വെച്ചാൽ വെള്ളമില്ലെങ്കിൽ മോട്ടർ ഇടാൻ പോലും സാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവർ എങ്ങോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. മറ്റൊരിടത്തേക്ക് പോകാൻ ഒരു സ്ഥലമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ ദേശീയപാതയുടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഇത്തരത്തിൽ ഈ വെള്ളം കയറുന്നതിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. സൈഫുദ്ദീൻ. യെസ്, ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമാണ് മഴ തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഈ ആലപ്പുഴയിലെ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറിയതും വലിയ പ്രയാസം തുടക്കത്തിൽ തന്നെ ഈ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും. വിശദാംശങ്ങൾ നൽകിയത് ഫൈസൽ അസീസ്.